സമാധാനം കാണിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. ഇരട്ട ജീവിത പര്യന്തം എന്ന് പറഞ്ഞാൽ ശരിക്കും ശേഷിക്കുന്ന കാലം അവർക്ക് പരോള് പോലും കിട്ടാൻ അർഹതയില്ലാത്ത ജയിൽവാസം തന്നെയാണ്. കാരണം സമാധാനപരമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ഇവർ പുറത്തിറങ്ങുന്നത് അപകടമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് കോടതി വിധിയിൽ കൂടി പുറത്തുവിടുന്നത്. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM നേതാക്കന്മാർക്ക് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോയ ആൾക്ക് 5 വർഷം തടവ് എന്നുള്ളത് വളരെ ഒരു ബിഫിറ്റിംഗ്, ഏറ്റവും യോജിച്ചൊരു ശിക്ഷയാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തെ കൂടുതൽ അടുക്കിയ ഒരു ദാരുണമായ ഒരു ഭീകര കൃത്യമായിരുന്നു പേരിയ ഇരട്ടക്കൊലക്കേസ്. അതിന് കോടതിയുടെ വിധി മാത്രമല്ല, ഈ കേസിൽ ഇനിയും തുടരന്വേഷണത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം കേസ് അന്വേഷണത്തിന്റെ വലിയൊരു ഭാഗം ഇനിയും ബാക്കിയിരിക്കുകയാണ്. ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ വിദേശത്തേക്ക് പോകുന്നു, പിന്നീട് അയാൾ വന്ന് സറണ്ടർ ചെയ്യുന്നു. അപ്പൊ വിദേശത്തേക്ക് പോകാനും അദ്ദേഹത്തിന് വിസ നൽകാനും അദ്ദേഹത്തെ വിദേശത്ത് താമസിക്കാനുമെല്ലാം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലുണ്ടായിരുന്നു. അതെല്ലാം ഇനി വരുന്ന ആളുകളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിയുള്ള സംഭവവികാസങ്ങളാണ്. തീർച്ചയായും. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ഒരു ശിക്ഷ കേരളത്തെ സംബന്ധിച്ച് ശരിയാണ്, വധശിക്ഷ കേരളത്തിൽ നൽകുന്നത് വളരെ അപൂർവമാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ശിക്ഷകൾക്കാണ് വധശിക്ഷ നൽകുക. ആ ഒരു സാഹചര്യത്തിൽ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് ഈ ഒരു കൊല്ലപ്പെട്ട 2 പേർക്ക്, ശരത് ലാലിനും കൃപേഷിനെ സംബന്ധിച്ച് നീതി ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുമോ ഈ ഒരു ഇരട്ട ജീവപര്യന്തത്തിലൂടെ? ശിക്ഷ നൽകുന്നു എന്നതല്ല, എന്ത് ശിക്ഷ നൽകുന്നു എന്നുള്ളതല്ല. കാരണം സെഷൻസ് കോടതി ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു കഴിഞ്ഞാലും അത് ഹൈക്കോടതിയുടെ അപ്രൂവൽ വേണം. അത് കഴിഞ്ഞ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു വലിയ നിയമയുദ്ധത്തിനാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുക വഴി അവസരമുണ്ടാക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ട കേസാണ് ശരിക്കും സത്യത്തിൽ. കാരണം 2 ചെറുപ്പക്കാരെ വളരെ ദാരുണമായ രീതിയിൽ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ശേഖരിച്ചിരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതിക്ക് ശിക്ഷ വിധിക്കാൻ പറ്റുകയുള്ളൂ. ശരിക്കും ഇരട്ട കൊലപാതകം എന്ന നിലയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ട കേസ് തന്നെയാണ്. പക്ഷെ കോടതി ഈ ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് അത്ര ചെറിയ ശിക്ഷയായി ഒരിക്കലും കാണാൻ പറ്റുകയില്ല. ഒരു സൊസൈറ്റിക്ക് അപകടകാരിയായ പ്രതികളാണ് ഇവർ എന്നൊരു മെസ്സേജാണ് ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് വഴി കോടതി നൽകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഇനി മേൽ നടപടികളുമായി മേൽക്കോടതികളിലേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം പോകാനുള്ള സാധ്യതയുണ്ട്. കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു വിധിയിൽ അവർ തൃപ്തരല്ല എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ മേൽ നടപടികൾക്കായി മേൽക്കോടതികളിലേക്ക് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് വധശിക്ഷ എന്ന ആവശ്യത്തിൽ തന്നെയാണ് ബന്ധുക്കൾ ഊന്നി നിൽക്കുന്നത്. അപ്പോൾ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അതിനുള്ള സാഹചര്യം, ഒരു അഭിപ്രായം എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അപ്പീലിന്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം 10 പേരെ കുറ്റമോചിതയാക്കിയിട്ടുണ്ട്. കേസിൽ ആ കുറ്റമാക്കിയിരിക്കുന്ന 10 പേർക്കെതിരെ സ്ട്രോങ് തെളിവുള്ളതാണ്. ആ ഒരു ആംഗിളിൽ അപ്പീലിന്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺസ്പിറസി, ഒരു പ്രതിയെ കുറ്റമുക്തമാക്കി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആ പ്രതിയോട് ഈ നേതാവിനുള്ള കമ്മിറ്റ്മെന്റ്സ് ആണ്. അപ്പൊ അത് അപരിചിതനായ ഒരാളല്ല കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പാർട്ടി ആവിഷ്കരിച്ച് പാർട്ടി നടത്തി പാർട്ടി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മർഡർ, അതിൽ പാർട്ടി നേതാവാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ കോൺസ്പിറസി ആസ്പെക്ട് ഒരിക്കലും തന്നെ ഗൂഢാലോചന വസ്തുത, കുറ്റകരമായ ഗൂഢാലോചന തള്ളിക്കളയാൻ പറ്റുകയില്ല. അത് അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റകരമായ ഗൂഢാലോചനയും ചുമത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.